കത്തോലിക്ക മതബോധന രംഗത്ത് ഒരു പുതിയ കുതിച്ചുചാട്ടമായിട്ട് ഷാലോം ടി വിയിൽ യുകാറ്റ് എന്ന പേരിൽ യുവജന മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങളുടെ ഒരു തുടക്കം ഇന്നിവിടെ കുറിക്കുകയാണ്. സഭയുടെ ഭാവി ഇന്നത്തെ യുവതയിലാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വിശ്വാസത്തിലൂന്നിയ ഇന്നത്തെ യുവതലമുറയാണ് നാളെ സഭയെ കൈപിടിച്ച് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അഭിമന്യ പിതാവിൻ്റെ വലിയ സ്വപ്നമാണ് നമ്മളുടെ കത്തോലിക്ക യുവജനങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെടുത്തി സഭയോട് ചേർത്ത് നിർത്തി സഭയുടെ മൂല്യങ്ങളെക്കുറിച്ചും സുവിശേഷാത്മക ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പഠിപ്പിക്കുക എന്നത്. അതാണ് ഈ പഠന പരമ്പരയുടെ പ്രാധാന്യവും. ഇന്ന് നമുക്കറിയാം, കേരള സഭയിൽ, ഒരുപക്ഷെ ഭാരത സഭയിൽ തന്നെ ആധികാരികമായി സഭാ പഠനങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുവാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനായ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും ഞാൻ പറയേണ്ടതില്ല. യുവജനങ്ങളോട് എപ്പോഴും ഏറ്റവും സ്നേഹമായിട്ടും ഏറ്റവും അടുത്തും ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും യുവജനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി ഈ പ്രോഗ്രാമിന് വേണ്ടി എപ്പോഴും തയ്യാറായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന അഭിമന്യ പിതാവിന് തലശ്ശേരി അതിരൂപതയിലെ യുവജന വിഭാഗത്തിൻ്റെയും ഷാലോം ടീമിൻ്റെയും പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. യുകാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തലശ്ശേരി അതിരൂപത KCYM-ൻ്റെയും ഷാലോം ടെലിവിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യുകാറ്റ് യുവജന മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമുക്ക് ആവശ്യമായ ഉത്തരങ്ങളും മാർഗനിർദ്ദേശങ്ങളും തരുവാനായി നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും അതിലെല്ലാം ഉപരിയായി യുവജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയുമായ അഭിവന്ധ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് വെള്ളരിക്കുണ്ട് ഫൊറോനയിലെ യുവജന സുഹൃത്തുക്കളാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവെ, ഈ പരിപാടിയിലൂടെയും ഇതിനു മുമ്പും ഒത്തിരി യുവജനങ്ങൾ അഭിവന്ദ്യ പിതാവിനെ കേട്ടിട്ടുണ്ട്. യുവജന മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് യുകാറ്റ് എന്ന പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ യുവജന മതബോധന ഗ്രന്ഥം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ യുകാറ്റ് യുവജന മതബോധന ഗ്രന്ഥം എങ്ങനെയാണ് യുവജനങ്ങളോട് സംവദിക്കുന്നതെന്ന് പിതാവൊന്ന് ആമുഖമായി പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു വലിയ പുതിയ ഒരറിവായിരിക്കും. പ്രിയമുള്ളവരെ, യുകാറ്റ് എന്ന ഈ പഠന പരമ്പരയുടെ പ്രസക്തി എന്താണ്? നമ്മളിതിനു മുൻപ് ഷാലോമിലൂടെ തന്നെ CCAT എന്ന പേരിൽ സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിച്ചതാണ്. നിങ്ങളാരെങ്കിലും അതിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. യുവജനങ്ങൾ സാധാരണ അവരെ ബാധിക്കാത്ത കാര്യങ്ങൾ കേൾക്കാറില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് സഭ പൊതുവായി സംസാരിക്കുന്നത് കൂടാതെ യുവജനങ്ങളോട് നേരിട്ട് അവരുടെ ഹൃദയങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് യുകാറ്റിലുമുള്ളത്. കാരണം എന്താണ്? പരിശുദ്ധ ത്രിത്വത്തിൽ 3 ആളുകളുണ്ട് എന്ന് സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് യൂത്തിനോട് പറയുമ്പോൾ ഇച്ചിരി വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് 4 ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റിയല്ല, അല്ലേ? അതായത് നമ്മുടെ മതബോധനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒന്ന് തന്നെ, പക്ഷെ അതിലുപയോഗിക്കുന്ന ഭാഷ യുവജനങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. നമുക്കറിയാം, പണ്ട് കാലത്ത് ബാൾട്ടിമോർ കാറ്റക്കിസം മുതൽ സഭയുടെ ഒരു മതബോധന ശൈലി എന്ന് പറയുന്നത് ചോദ്യോത്തരങ്ങളായിരുന്നു.
ബാൾട്ടിമോർ കാറ്റഗിസത്തിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കറിയാം, നിന്നെ സൃഷ്ടിച്ചത് ആര്? ഉത്തരം എന്താണ്? പിതാവായ ദൈവം. യെസ്, ബാൾട്ടിമോർ കാറ്റഗിസത്തിലെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു, നിന്നെ സൃഷ്ടിച്ചത് ആര്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ്? ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. യെസ്, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം അതുപോലെ പ്രസക്തമായിരുന്നു, എന്തിനു വേണ്ടി നിന്നെ സൃഷ്ടിച്ചു? അത് നിങ്ങൾക്ക് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ. പക്ഷേ അതിൻ്റെ കാറ്റഗിസത്തിൽ അന്ന് പറഞ്ഞിരുന്ന ഉത്തരം ഇതാ, തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണങ്ങൾ കാത്ത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതൊരു മതബോധന ശൈലിയാണ്. ഇവിടെ ഈ യൂക്യാറ്റിലേക്ക് വരുമ്പോൾ ആ ശൈലി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം യുവജനങ്ങൾ വിശ്വാസത്തെ സംബന്ധിച്ച് ചോദിക്കാൻ ഇടയുള്ള ചോദ്യങ്ങളെ ഗൗരവമായി അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് യൂക്യാറ്റിൻ്റെ അവതരണ ശൈലിയിലുള്ള വ്യത്യാസം. അതായത് അതിൻ്റെ ഉള്ളടക്കം സീക്യാറ്റുമായിട്ട് അല്ലെങ്കിൽ സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥവുമായി ഒത്തുപോകുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അവതരണ ശൈലിയിൽ ഇങ്ങനെ പ്രകടമായൊരു മാറ്റമുണ്ട്. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പ്രസിദ്ധം ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. അതിനെ തുടർന്ന് 1998 മതബോധന ഡയറക്ടറിയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ പുറത്തിറക്കി. എന്നാൽ തുടർന്ന് വന്ന ബെനഡിക്റ്റ് മാർപ്പാപ്പയാണ് 2011 മാർപ്പാപ്പ വേൾഡ് യൂത്ത് ഡേയിൽ പോയപ്പോൾ യുവജനങ്ങൾ പല ചോദ്യങ്ങളും പാപ്പായോട് ചോദിച്ചു. ആ ചോദ്യങ്ങളുടെയൊക്കെയും വെളിച്ചത്തിൽ പരിശുദ്ധ പിതാവ് ചിന്തിച്ചു, യുവജനങ്ങളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു മതബോധന ഗ്രന്ഥം ആവശ്യമുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ് ഈ യൂക്യാറ്റ് എന്ന ഗ്രന്ഥം. അതുകൊണ്ട് തീർച്ചയായും യുവജനങ്ങൾ ഇത് വളരെ ലളിതമാണ്, ചെറുതാണ്. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥവുമായി താരതമ്യം ചെയ്താൽ അതിൻ്റെ 1/3 വലിപ്പം പോലുമില്ല. പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന ആശയങ്ങളും ഇതിൽ സംവേദനം ചെയ്യുന്ന കാര്യങ്ങളും മതബോധന ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കത്തെയും ഉൾക്കൊള്ളുന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒന്നാമതായി യുവജനങ്ങളായി നിങ്ങൾ ഇത് വായിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാ യുവജനങ്ങളും ഇങ്ങനെ ഒരു ചെറിയ പുസ്തകം പരിശുദ്ധ സഭ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രന്ഥം വാങ്ങുകയും വായിക്കുകയും നിങ്ങൾ നാളിതുവരെയും അന്വേഷിച്ചു കൊണ്ടിരുന്ന പല അടിസ്ഥാന ചോദ്യങ്ങൾക്കും തിരുസഭയുടെ ഉത്തരം എന്ത് എന്ന് അവിടെ വ്യക്തമായി നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ യൂക്യാറ്റിൻ്റെ പഠനം പ്രഥമത അത് യുവജനങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ് എങ്കിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ എല്ലാ വിശ്വാസികൾക്കും അഥവാ കത്തോലിക്ക വിശ്വാസം എന്ത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പഠന പരമ്പര പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുമല്ലോ. താങ്ക് യു പിതാവേ. തീർച്ചയായിട്ടും ഇത് യുവജനങ്ങളുടെ ഭാഷയിൽ യുവജനങ്ങളോട് വിശ്വാസത്തെ സംബന്ധിച്ച് സഭ സംവദിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ എത്തിയിരിക്കുന്ന യുവജന സുഹൃത്തുക്കൾക്ക് പിതാവിനോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ അവരുടെ ഭാഷയിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ കാണും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് സച്ചിനാണ്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് സച്ചിനെ ശ്രവിക്കാം. പിതാവേ, എൻ്റെ പേര് സച്ചിൻ. വിശ്വാസം എന്ന വാക്ക് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്തിൽ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു? നമ്മൾ എന്തിനാണ് വിശ്വാസം മുന്നോട്ട് പോകേണ്ടത്? യെസ്, സച്ചിൻ ചോദിച്ച വളരെ കഠിനമായ ചോദ്യങ്ങളാണ്. സച്ചിൻ എന്നാ ചെയ്യുന്നേ? ഞാനിപ്പം ഡിഗ്രി 3rd ഇയർ. ഡിഗ്രി എന്ത് വിഷയമാണ് പഠിക്കുന്നത്? ഞാൻ BA ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്. ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, വെരി ഗുഡ്. അപ്പോൾ സച്ചിൻ ആരെയെങ്കിലും ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ? കാണുന്ന എല്ലാവരെയും ഞാൻ വിശ്വസിക്കുന്നു. കാണുന്ന എല്ലാവരെയും വിശ്വസിക്കും? കാണുന്ന എല്ലാവരെയും. എന്നാൽ നിനക്ക് പണി കിട്ടാൻ എല്ലാ സാധ്യതയുണ്ട്. യെസ്, നമുക്ക് വിശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് അല്ലേ? വിശ്വാസം അതല്ലേ എല്ലാം എന്ന് ഏതോ സ്വർണ്ണക്കടക്കാരുടെ പരസ്യമല്ല, ശരിക്കും അത് വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ഒരു ആപ്തവാക്യമാണ്. ഫീദസ് തോത്തോസ്,
വിശ്വാസമാണ് സർവസ്വവും. ശരിക്കും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അല്ലേ? സച്ചിന് ക്ലാസ്സിലിരിക്കുമ്പോൾ എക്കണോമിക്സിൻ്റെ പ്രൊഫസർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സച്ചിൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ ക്ലാസ്സിലിരുന്നത് കേൾക്കുന്നത്, ഇല്ലേ? ബസ്സേ കയറുമ്പോൾ അത് ഓടിക്കുന്ന ഡ്രൈവർക്ക് ഡ്രൈവിംഗ് അറിയാം എന്ന് സച്ചിൻ വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ മമ്മി വിളമ്പിത്തരുന്ന ചോറ് മമ്മിയെ വിശ്വസിക്കാൻ കൊള്ളാം എന്നുള്ളത് കൊണ്ടാണ് സച്ചിൻ കഴിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, നമുക്ക് നിത്യജീവിതത്തിൽ ഈ വിശ്വാസം നമ്മുടെ ജീവിത പ്രയാണത്തിൻ്റെ അനിവാര്യ ഭാഗമാണ്. പരസ്പരമുള്ള നമ്മുടെ വിശ്വാസമാണ് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ? സച്ചിന് ഈ ഒരു വിശ്വാസത്തെക്കുറിച്ച്, സച്ചിൻ ആരെയും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ചാൽ ചിലപ്പോൾ കലാപം ഉണ്ടായെന്നിരിക്കും ഇത് സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോൾ, അല്ലേ? പക്ഷെ അവിടെയും എന്താണ് സച്ചിനെ പോലെയുള്ളവരെ ഒരാളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? ആ വ്യക്തിയെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാം എന്ന ചിന്തയിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നിത്യജീവിതത്തിൻ്റെ ഒരു അനിവാര്യ ഭാഗം തന്നെ, അതിനകത്ത് സംശയമൊന്നും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തെക്കുറിച്ച്. ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ ആത്യന്തികമായ എന്താണ്? ദൈവം ഉണ്ടോ ഇല്ലയോ? ഇത് അടിസ്ഥാനപരമായൊരു ചോദ്യമാണ്. ദൈവം ഉണ്ടോ? സച്ചിൻ്റെ അഭിപ്രായം എന്താണ്? ദൈവമുണ്ട്. എന്താണ് സച്ചിൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ദൈവം ഉണ്ടെന്ന്? സച്ചിൻ എന്തെങ്കിലും ദൈവത്തെ കണ്ടോ? വിശുദ്ധ കുർബാനയിൽ നമ്മൾ ദൈവത്തെ കാണും. വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ കണ്ടു. വിശുദ്ധ കുർബാന ദൈവമാണ് എന്ന് സച്ചിനോട് ആരാ പറഞ്ഞത്? ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ടു. യെസ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചാൽ, വിശ്വാസം എന്നത് തലമുറകളിലൂടെ നമുക്ക് കൈമാറി കിട്ടുന്നൊരു സത്യമാണ്, അല്ലേ? ആദ്യമേ പള്ളിയിൽ പോയപ്പോൾ അമ്മ സച്ചിനോട് പറഞ്ഞു, വികാരിച്ചൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കണ്ടിട്ട് പറഞ്ഞു, മോനെ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ആ വെള്ള അപ്പം അത് ഈശോമിശിഹായാണ് എന്ന് പഠിപ്പിച്ചു തന്നു, അല്ലേ? അന്ന് സച്ചിൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വിശ്വാസമാണ്. സത്യത്തിൽ ആ വിശ്വാസം എന്നത് അമ്മയുടെ വിശ്വാസമാണ്. ആ അമ്മയിലൂടെ മകനായ സച്ചിനിലേക്ക് ആ വിശ്വാസം പകർന്നു കിട്ടി, അല്ലേ? അതായത് വിശ്വാസം എന്ന് പറയുന്നത് എന്ത് എന്ന് ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ട് കാണും, ദൈവത്തെ കേട്ട് കാണും, നമ്മൾ തന്നെ ചിന്തിച്ചും ആലോചിച്ചും എത്തുന്ന ചില നിഗമനങ്ങൾക്ക് കിട്ടുന്ന സാക്ഷ്യമായിരിക്കാം വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്നത് ദൈവമുണ്ട് എന്ന ഉത്തമ ബോധ്യവും അവിടുന്ന് എൻ്റെ സ്നേഹപിതാവാകയാൽ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്നും സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നും നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ ആ ബോധ്യത്തെ വിശ്വാസം എന്ന് വിളിക്കും. ഹെബ്രായ ലേഖനകർത്താവ് വിശ്വാസത്തെ നിർവചിക്കുന്നുണ്ട്. എങ്ങനെയാണ്? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം, അല്ലേ? കാണപ്പെടാത്തവ ഉണ്ട്. കാണപ്പെടാത്ത പലതിനെയും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളാരും നേരിട്ട് പോയി ചന്ദ്രനിൽ പോയിട്ടില്ല. ചന്ദ്രനെ ഇവിടുന്ന് നോക്കുമ്പോൾ എന്തോ ഒരു പപ്പടം പോലെ തിളങ്ങുന്ന ഒരു സാധനം എന്നേ ഉള്ളൂ. പക്ഷേ ചന്ദ്രനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, അല്ല ചന്ദ്രനെക്കുറിച്ച് പിന്നെയും കുറച്ചുകൂടെ നമ്മൾ കണ്ട അറിവെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ നെപ്റ്റ്യൂൺ എന്നൊക്കെ പറഞ്ഞ ഗ്രഹം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? എക്കണോമിക്സ് പഠിച്ചതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സച്ചിൻ ചിലപ്പം പഠിച്ചിട്ട് കാണിയല്ല. എനിക്കും വലിയ പിടിയൊന്നുമില്ല, ഇങ്ങനെ ഒരു ഗ്രഹം ഉണ്ടെന്ന് ഞാനും കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്താണ്? കാണുന്നില്ല എങ്കിലും ഒരു സംഗതി ഉണ്ട്, ഇല്ലേ? അപ്പനും അമ്മയ്ക്കും സച്ചിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹം സച്ചിൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അവരെ കാണുമ്പോൾ അവരെയല്ലേ കാണുന്നുള്ളൂ. അവരുടെ സ്നേഹം കണ്ടിട്ടുണ്ടോ? സച്ചിനോട് മാത്രമായിട്ട് ചോദിക്കണ്ട, മറ്റുള്ളവരോടും ചോദിക്കുക, അല്ലേ? സ്നേഹം. ഇദ്ദേഹത്തിൻ്റെ പേരെന്നാ? എൻ്റെ പേര് ആശിഷ്. ആശിഷ് സ്നേഹം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്നേഹം കണ്ടിട്ടില്ല, പക്ഷെ അത് അവർ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ആശിഷ് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ ആളുകളെ കണ്ടിട്ടുണ്ട്, അല്ലേ? അതൊക്കെ ശരിക്കും സ്നേഹം എന്ന് പറയും. മദർ തെരേസയുടെ സുന്ദരമായൊരു ഉദാഹരണം ഈ
യുക്യാറ്റിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ തെരുവീതിയുടെ കരണ്ട് ലൈൻ വലിച്ചിരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ കരണ്ട് ലൈനുണ്ട്, പക്ഷേ അതേ കരണ്ട് ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് അറിയുന്നത്? പിടിച്ചു നോക്കാൻ പറ്റിയല്ല, പക്ഷേ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ബൾബ് കത്തുന്നുണ്ട് എങ്കിൽ, യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൽ കരണ്ട് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം, ഇല്ലേ? എന്നതുപോലെയാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വിശ്വാസം നമുക്ക് തരുന്ന ഒരു ഊർജമുണ്ട്, ഒരു ഉറപ്പുണ്ട്, മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ചാലക ശക്തിയാണ് വിശ്വാസം. അതുകൊണ്ട് എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരും അതിന് കൊടുക്കുന്ന നിർവചനങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും വിശ്വാസ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. രോഗിയായി ആശുപത്രിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം എന്താണ്? എൻ്റെ സ്നേഹപിതാവായ ദൈവം എന്നെ സുഖപ്പെടുത്തും. തൻ്റെ ജീവിതകാലത്ത് പരസ്യ ജീവിതത്തിലുടനീളം രോഗികളെ സുഖപ്പെടുത്തിയ ഈശോമിശിഹ എന്നെയും സുഖപ്പെടുത്തും. നാളെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഡോക്ടറല്ല, ഈശോമിശിഹ തന്നെ എൻ്റെ ഓപ്പറേഷൻ നടത്തുകയും എന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും എന്ന് ഒരു രോഗി വിശ്വസിക്കും, ഇല്ലേ? വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി വിശ്വസിക്കുന്നത്, ഉടയതമ്പുരാനെ ഇതിനെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും, ഇവൻ അല്ലെ ഇവൾ ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടും, പക്ഷേ എനിക്കായി എൻ്റെ ദൈവം കണ്ടെത്തി തന്ന ജീവിത പങ്കാളിയാണിത്. ആ ജീവിത പങ്കാളി എനിക്കറിയില്ല എങ്കിലും ആ ജീവിത പങ്കാളിയെ ദൈവത്തിന് വളരെ ആഴത്തിൽ അറിയാം. അതുകൊണ്ട് ദൈവം കണ്ടെത്തി തന്ന ഈ ജീവിത പങ്കാളി എനിക്ക് ഏറ്റവും അനുയോജ്യയാണ്, സ്വീകാര്യനാണ് എന്ന വിശ്വാസത്തോടെ നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, അല്ലേ? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ നിർവചിച്ചെടുക്കാവുന്ന ഒരു സത്യമല്ല. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ നിർവചനവും വിശ്വാസത്തിൻ്റെ പ്രവർത്തനക്ഷമതയും വ്യത്യസ്തമാണ്. മദർ തെരേസയുടെ ഉദാഹരണത്തിലെ കരണ്ട് ബൾബിലേക്ക് കടന്നു വരുമ്പോൾ അത് വെളിച്ചമായി മാറും, ഇല്ലേ? ഇതേ കരണ്ട് തന്നെ വേറൊരു യന്ത്രത്തിലേക്ക്, അരി പൊടിക്കുന്ന യന്ത്രത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തായി മാറും? ഈ കരണ്ട് അരിയെ അരിപ്പൊടിയാക്കി മാറ്റിത്തരും. എന്നതുപോലെയാണ് വിശ്വാസം ഓരോ വ്യക്തിയിലും ഉളവാക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. പക്ഷേ നാം എല്ലാവരിലും ദൈവം ഈ വിശ്വാസത്തിൻ്റെ വിത്ത് നട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം. സച്ചിൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയ സച്ചിൻ? കിട്ടി. താങ്ക് യു പിതാവേ. താങ്ക് യു സച്ചിൻ. തീർച്ചയായും അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആശിഷാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമുക്ക് ആശിഷിനെ കേൾക്കാം. പിതാവേ, എൻ്റെ പേര് ആശിഷ്. എൻ്റെ ചോദ്യം ഇതാണ്. നമ്മുടെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ ഒരു അന്വേഷണമാണെന്നാണ് ചിന്തകന്മാരൊക്കെ പറയുന്നത്. നമ്മൾ എന്തിനാണ് ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലേ? ഓക്കെ ആശിഷ് എന്നാ ചെയ്യുന്നേ? ഞാൻ PSC കോച്ചിങ്ങിന് പഠിക്കുകയാണ്. PSC കോച്ചിങ്ങിൽ ആണല്ലേ? പരീക്ഷ എഴുതിയോ PSC വല്ലോ? പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. യെസ്, യുവജനങ്ങൾക്കൊരു നല്ല മാതൃകയാണ്. പഠിച്ചു കഴിഞ്ഞാൽ PSC പരീക്ഷ എഴുതുക, അങ്ങനെ നല്ല ഒരു ജോലി മേടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആശിഷിൻ്റെ മാതൃക. നിങ്ങളൊക്കെ PSCക്ക് പരീക്ഷ പരിശീലിക്കുന്നുണ്ടോ? ദൈവത്തിനറിയാം. ഓക്കെ, അത് നല്ലതാണ്. അത് ആ രീതിയിൽ പരിശീലിച്ചെടുക്കുക. അപ്പോൾ ആശിഷിൻ്റെ ചോദ്യം ദൈവാന്വേഷണത്തെക്കുറിച്ചാണ്. മനുഷ്യൻ എന്തോ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. മനുഷ്യൻ്റെ ആത്മാവ് അവൻ്റെ നൽകപ്പെട്ട അവസ്ഥയിൽ സംതൃപ്തമല്ല. അതിലുപരിയായ എന്തോ ഒന്നിനെ അവൻ അന്വേഷിക്കുന്നുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിക്കുകയും മറ്റ് PG എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. 10ാം ക്ലാസ് ഒന്ന് ജയിച്ചാൽ മതി എന്നാണ് സ്കൂളിൽ വിചാരിച്ചത്, അല്ലേ? 10 ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ മതി, സംതൃപ്തിയായി, പൂർണ്ണമായി എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തിയോ നിങ്ങൾ? അത് കഴിഞ്ഞപ്പോൾ +2 പോയി. +2 ജയിച്ചപ്പോൾ അതിലുപരിയായത് എന്തെങ്കിലും പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ മനസ്സ് കൂടുതൽ ശ്രേഷ്ഠമായ എന്തിനെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയല്ലേ?
നിങ്ങളുടെ ജീവിതാനുഭവമാണ്. നന്മയെ അന്വേഷിക്കുന്നു. ഒരു സാധനം മേടിക്കാൻ പോയാൽ, ഇപ്പോൾ പച്ചക്കറി മേടിക്കാൻ, നിങ്ങൾ ആരെങ്കിലും പച്ചക്കറി മേടിക്കാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ സ്വഭാവം വെച്ച് മാതാപിതാക്കൾ വിടാൻ വഴിയില്ല, കാരണം നിങ്ങൾക്ക് പച്ചക്കറി മേടിക്കാൻ അറിയാൻ പാടില്ലായിരിക്കും. വെണ്ടയ്ക്ക മേടിക്കാൻ പോയാൽ, ആശിഷ് വെണ്ടയ്ക്ക മേടിച്ചിട്ടുണ്ടോ? പോയിട്ടുണ്ട്. വെണ്ടയ്ക്ക മേടിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിപ്പോ നമ്മൾ കടയിൽ പോയിട്ട് പറയുമ്പോൾ അവർ നല്ലത് നോക്കി എടുത്ത് തരൂലേ? യെസ്, അവർ തരുന്നത് നല്ലതാണോ അല്ലയോ എന്നറിയാൻ ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് അത് മേടിക്കുമ്പോൾ നിങ്ങൾ പരിചയമുള്ളവർക്കറിയാം, വെണ്ടയ്ക്ക അധികം മൂത്ത വെണ്ടയ്ക്ക മേടിക്കാൻ പാടില്ല അല്ലേ? ഒരു ഇളം വെണ്ടയ്ക്ക ആയിരിക്കണം. അത് ഉണങ്ങി തുടങ്ങാൻ പാടില്ല. അതിൻ്റെ ഫ്രഷ് ജ്യൂസുള്ള വെണ്ടയ്ക്ക ആയിരിക്കണം. അങ്ങനെ അത് നോക്കി മേടിക്കുക. എന്തിനാണ് നമ്മൾ ചെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ലത് നോക്കിയെടുക്കുന്നത്? തക്കാളി മേടിച്ചാൽ ചീഞ്ഞ തക്കാളി ആരും മേടിക്കുകയുള്ളൂ, നല്ലത് നോക്കിയെടുക്കും. ഏതെങ്കിലും മോശമുണ്ട് നമ്മൾ മാറ്റി കൊടുക്കും. നമ്മൾ തുണി മേടിക്കാൻ പോയാൽ, വെണ്ടയ്ക്ക നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എനിക്ക് മനസ്സിലായി. തുണി മേടിക്കുക അത് നിങ്ങൾക്കറിയാം അല്ലേ? ഒരു ചുരിദാർ മേടിക്കാൻ പോയാൽ നിങ്ങൾ കടക്കാരൻ എടുത്തു തരുന്ന ഏതെങ്കിലും ഒരു ചുരിദാറും കൊണ്ട് ഇങ്ങ് പോരുവാണ്. എന്നതാണേലും കുഴപ്പമില്ല ചേട്ടാ, ഒരു പൊളിഞ്ഞിങ് തന്നേക്ക്, അങ്ങനെയാണ് പറയുന്നത് ഇല്ലേ? അദ്ദേഹത്തിൻ്റെ പേരെന്നാ? എൻ്റെ പേര് മാനസ. ആ, മാനസയുടെ ഈ ചുരിദാർ മാനസ തന്നെ പോയി മേടിച്ചാ? അതെ. എവിടുന്ന് വാങ്ങിയേ? ഓൺലൈനിൽ മേടിച്ചത്. ആ, ഓൺലൈനിൽ. അപ്പോഴത് പല രീതിയിൽ അതിൻ്റെ പടങ്ങൾ കണ്ടു, പുറവും അകവും എല്ലാം നോക്കി തിരിച്ചും മറിച്ചും എല്ലാം ഓൺലൈനിൽ പരിശോധിച്ചിട്ട് ഇഷ്ടപ്പെട്ടപ്പോഴാണ് മേടിച്ചത്. ഈ ഒരെണ്ണം മാത്രമേ നോക്കിയുള്ളൂ? അല്ല, പലത് നോക്കിയിട്ട് അതിൽ ഏറ്റവും നല്ലത് എന്ന് ബോധ്യപ്പെട്ടതാണ് മനസ്സ എടുത്ത് അല്ലേ? മനസ്സയുടെ സെലക്ഷൻ നല്ലതാണ്. മനസ്സയ്ക്ക് വളരെ നന്നായി ചേരുന്ന ചുരിദാറാണിത്. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആഹാ, ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമായി പറയുന്നതെന്ന്. ഏതാണെങ്കിലും മനസ്സ്, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ എന്ത് ചെയ്താലും ഏറ്റവും നല്ലതിനെ നമ്മൾ അന്വേഷിക്കുന്നു അല്ലേ? ഈ അന്വേഷണം എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പൂർണ്ണത അന്വേഷിക്കുന്നു, അതിലെ കൂടുതൽ നന്മ ഏതാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നു അല്ലേ? അങ്ങനെ ഒരു സെലക്ഷൻ നമ്മൾ അറിയാതെ നടത്തുന്നുണ്ട്. ഈ സെലക്റ്റീവ് മൈൻഡ് സത്യത്തിൽ അന്വേഷണാത്മകതയാണ്. ശരിക്കും നമ്മൾ അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ആൻസലേമിനെ പോലെയുള്ളവർ പറയുന്നത്, നമ്മളിങ്ങനെ നന്മയെ തേടി 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 മുമ്പോട്ട് പോകുമ്പോൾ പരമമായൊരു നന്മ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഉപരി നന്മയെ തേടുന്നത്. നിങ്ങളുടെ ഭാഷയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, വളരെ കഠിനമായൊരു ഭാഷയാണ് അല്ലേ? ഒരു സമ്പൂർണ്ണ നന്മയായ ഒരു നന്മയുണ്ട്. ആ നന്മയെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു നന്മ കണ്ടാൽ നമ്മൾ തൃപ്തിപ്പെടുന്നില്ല. ഇതിലും നല്ലതുണ്ട് എന്ന് നമുക്കറിയാം, നമ്മൾ അതിനെ അന്വേഷിച്ചു പോകും. അങ്ങനെ കൂടുതൽ ഉപരിയായ നന്മകൾ തേടി തേടി നമ്മൾ പോകാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു വലിയ നന്മയെക്കുറിച്ച്, സമ്പൂർണമായൊരു നന്മയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു അവബോധം കിടപ്പുണ്ട്. ആ അവബോധത്തിൻ്റെ പേരാണ് ദൈവം. മനസ്സിലാകുന്നു? ഈ അന്വേഷണം എങ്ങനെ ദൈവവിശ്വാസമാകുന്നു എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. കൂടുതൽ ചോദ്യങ്ങളുമായി മനോഹരമായ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.